പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, രക്ഷകനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, ഭൂസ്വർഗങ്ങളുടെ അധിപനായ നല്ല ദൈവമേ, ഈശോയെ, അവിടുന്ന് നല്ലൊരു പ്രഭാതം തന്നതിനോട് നന്ദി പറയുന്നു. ഈ പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ആരോട് സംസാരിച്ചാലും ആര് ഞങ്ങളോട് സംസാരിക്കാലും വഴിയും സത്യവും ജീവനുമായി ഈശോ മാത്രം സംസാരിക്കണമേ. മോനെ, ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി, നീതിവാനായ വിശുദ്ധ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ വിശുദ്ധരാരാണോ, പേരുള്ള പുണ്യാളന്മാരാരാണോ അവരുടെ മാധ്യസ്ഥം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈശോയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ കർത്താവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനോർത്ത് ടെൻഷൻ അടിക്കരുത്, അസ്വസ്ഥപ്പെടരുത്, ശരിയാവുമോ എന്ന് ചിന്തിക്കരുത്. അവിടെ തിന്മയാണ് അവിടെ ഭരിക്കുന്ന. പിന്നെ എൻ്റെ കാരണം അവൻ വഴി സത്യം ജീവനുമാണ് ഈശോ. വെള്ളത്തിൻ്റെ മേലെ നടന്നവനാണ് ഈശോ. അന്ധന് കാണിച്ചു കൊടുത്തവനാണ് ഈശോ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനാണ് ഈശോ. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി പോറ്റിയവനാണ് ഈശോ. രാമൻ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയുള്ള കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ് ഈശോ. അവൻ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിലും ജീവിക്കുന്നു. ഒന്ന് വിളിച്ചാൽ ഓടി വരുന്ന ഈശോ. അപ്പം പിന്നെ ഇത് നടക്കുവാവോ, ഇത് കിട്ടുവാവോ, എപ്പോൾ കിട്ടും, അതൊന്നും പാടില്ല. നമുക്ക് ഈശോയെ ധ്യാനിക്കാം. നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച്, എൻ്റെ ഈശോയെ, സമർപ്പിക്കാൻ അറിയാൻ പാടില്ലാത്തവരുണ്ട് കർത്താവെ, സമർപ്പിക്കാൻ അറിയാൻ പാടില്ല. ഓർമ്മയില്ലാത്തവരുണ്ട് ഈശോയെ. രോഗാവസ്ഥയിൽ ബെഡിൽ കിടക്കുന്നവരുണ്ട് ഈശോയെ. ഇന്ന് പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുവാനും ഈശോയെ ഓർമ്മ കിട്ടി പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹം നൽകണമേ. എൻ്റെ ഈശോയെ, കഷ്ടപ്പെട്ട് കിടക്കുന്ന മക്കൾ, ആരോഗ്യം നഷ്ടപ്പെട്ട് കിടക്കുന്ന മക്കൾ, ഒരു വീടില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾ, വാഹന സൗകര്യമില്ലാത്ത മക്കൾ, ജപ്തി ഓർഡറുകൾ വന്നേക്കണം. ഇപ്പം ഈ 10-ാം തീയതിക്കുള്ളിൽ ഒരു കുടുംബത്തിന് മക്കളെ പ്രാർത്ഥിക്കണേ. മക്കളെ, ഒരു 6 ലക്ഷം രൂപ, 1 കോടിക്ക് മേലെ കടമാണ് ആ മക്കൾക്ക്. അതുങ്ങളൊരു വിശുദ്ധരെന്ന് പറയുക, നിഷ്കളങ്കരാണ്. അത് സംഭവിച്ചേക്കണതാണ്. മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. നല്ല മക്കളാണ്. ഒരു വിശുദ്ധ കുർബാന പോലും ഇപ്പോൾ അവർ മുടക്കുന്നില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ 10-ാം തീയതിക്കുള്ളിൽ ഫസ്റ്റ് കട ഒരു 6 ലക്ഷം രൂപ അടയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ദൈവം അവരുടെ പക്ഷത്തുള്ളത് കൊണ്ട് എല്ലാം അവർക്ക് സാധ്യമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ആ ഫസ്റ്റ് കടവ് അടിക്കാൻ സാധിക്കുമാറാകട്ടെ. അവർക്ക് വിൽക്കാനുള്ള സ്ഥലം നല്ല വിലയ്ക്ക് വിറ്റുപോട്ടെ കർത്താവേ. ലോൺ വേണമെങ്കിൽ മാത്രം കിട്ടട്ടെ കർത്താവെ ആസ്വദിച്ച് അനുഗ്രഹിക്കണം. അതുപോലെ സ്ഥലം വിൽക്കാൻ നടക്കുന്ന മക്കൾക്ക് സ്ഥലം വിറ്റുപോട്ടെ. മേടിക്കാൻ നടക്കുന്ന മക്കൾക്ക് മേടിക്കാൻ പറ്റട്ടെ. ലോണുകൾ അടയ്ക്കാൻ പറ്റാത്ത മക്കൾക്ക് എല്ലാവരുടെയും ലോൺ അടയ്ക്കാൻ പറ്റട്ടെ. മക്കളെ പഠിപ്പിക്കാനും കർത്താവെ അവർക്കൊക്കെ അനുഗ്രഹം നൽകണമേ. നന്നായി പഠിക്കട്ടെ കർത്താവെ. മക്കളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ തൊഴിൽ കിട്ടാത്ത അവസ്ഥയാണോ, എല്ലാം സമർപ്പിക്കുക. കൃഷിയിടങ്ങളുടെ പരാജയങ്ങളാണോ, സമർപ്പിക്കുക. പിന്നെ നമുക്ക് 8-ാം തീയതി ചൊവ്വാഴ്ച, ഈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച തൈക്കൽ കൺവെൻഷനുണ്ട്. അവിടെ വിജയമാകാൻ ഭാവിയായി എനിക്കും അച്ഛന്മാർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ. യാത്രകളൊക്കെ സമർപ്പിക്കണേ മക്കളെ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈശോയെ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ മുഖം കാണിച്ചു തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. ഓർമ്മ കിട്ടട്ടെ എന്ന് അവർക്കൊക്കെ സമർപ്പിക്കുക. എൻ്റെ ഈശോയെ, പോലീസുകാരുണ്ട്, പട്ടാളക്കാരുണ്ട്, രാജ്യം കാക്കുന്നവരുണ്ട്, നമുക്ക് കാവലായ തമിഴിൽ കാവൽക്കാരെന്നാണല്ലോ കർത്താവേ, കാവലൻ. കർത്താവേ, ഞങ്ങളുടെ കുടുംബമൊക്കെ കാത്തു പരിപാലിച്ച് ഞങ്ങൾക്ക് ഉറങ്ങാൻ സമയം തരുന്നാൽ ഉറപ്പിക്കുന്ന പോലീസുകാരുണ്ട് കർത്താവെ. ധ്യാനം കൂടിയ പോലീസുകാരുണ്ട്. അവരൊക്കെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. അവർ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ 100% വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം കൊടുക്കണമേ. അവരുടെ കുടുംബത്തെ ആസ്വദിക്കണമേ കർത്താവെ. അനുഗ്രഹിക്കണമേ. അവരുടെ ദൗത്യങ്ങൾ അനുഗ്രഹിക്കണേ കർത്താവെ. എൻ്റെ പ്രാർത്ഥന സഹായി ആവശ്യപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണേ കർത്താവെ. എന്നിട്ട് ഈശോയെ ധ്യാനിച്ച്, അല്ലെങ്കിൽ ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കിയേ. ഈശോയെ, നീ എത്ര നല്ലവനാണ് ഈശോയെ.
ഈശോയെ, അങ്ങേ നോക്കി നിൽക്കുവാൻ അനുഗ്രഹം തന്നതിനോട് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് പാടാനുള്ള അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, നല്ലവനായി ഈശോയെ, നല്ല ഇടയനായി ഈശോയെ നന്ദി പറയുന്നു. നല്ലിടയാ നല്ലിടയാ വല്ലഭനാമിൻ നായക. ചേർന്ന് പാടാവോ? നല്ലിടയാ നല്ലിടയാ വല്ലഭനാമിൻ നായക. ഈശോയെ, അങ്ങനെയൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഈശോയെ. അങ്ങനെ മാറോട് ചേർത്തൊന്ന് പിടിക്കാം ഈശോയെ. എൻ്റെ മോനെ മോളെ, ഈശോ നിന്നെ മാറോട് ചേർത്ത് പിടിക്കാൻ വെമ്പൽ കൊള്ളുന്നവനാണ് കർത്താവ്. നീ വിശുദ്ധിയിലാണെങ്കിൽ, നീ നിന്റെ പാപങ്ങളോർത്തൊന്ന് കരയുകയാണെങ്കിൽ, നിന്റെ പാപങ്ങളോർത്തൊന്ന് പശ്ചാത്തപിക്കുകയാണെങ്കിൽ, അനുതാപത്തിൻ്റെ കണ്ണുനീരോടെ പൊട്ടിക്കരയുകയാണെങ്കിൽ, ഈശോയെ നീ ഒന്ന് വിളിച്ചാൽ മതി മോനെ മോളെ. അവൻ നിനക്ക് മുൻപിലുണ്ട്. അവൻ നിനക്ക്, നിന്റെ മുമ്പിൽ അവൻ സാന്നിധ്യമാണ്. അവൻ്റെ സമീപത്താണ് നീ. ചേർന്നൊന്നുകൂടി പാടിയൊക്കെ നമുക്ക് സ്നേഹത്തോടെ പാടും മോനെ മോളെ. നല്ലിടയാ നല്ലിടയാ ബല്ലവനാമിൻ നായക. ഇന്ന് മക്കൾ ചെയ്യുന്ന ജോലികളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ശാന്തമാകട്ടെ. ജോലി ചെയ്യാനുള്ള ആരോഗ്യം കൊടുക്കണമേ, ഉണർവിൻ്റെ വരം കൊടുക്കണമേ. ദൈവമക്കൾ വീട്ടിൽ നിന്നിറങ്ങി സ്ഥാപനങ്ങളിലേക്ക് ചെല്ലുമ്പോഴും തിരിച്ചു വരുമ്പോഴും 1001 മലാഹമാർ രക്ഷയുടെ വാളുമായി അവർക്ക് ചുറ്റും കാവൽ നിൽക്കണമേ. ഈശോയുടെ മക്കളെ, ആനന്ദത്തോടുകൂടിയായിരിക്കുക, സന്തോഷത്തോടുകൂടിയായിരിക്കുക. നിന്റെ മുൻപിലുള്ള ഈ പ്രതിസന്ധികളും കർത്താവ് എടുത്ത് മാറ്റി നിന്നെ അനുഗ്രഹമാക്കി മാറ്റുന്ന സമയമാണ്. വിശ്വാസത്തോടെ രാമയും പറഞ്ഞേ ആമേൻ. സന്തോഷത്തോടെ രാമയും പറഞ്ഞേ ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹത്തോടെ മനസ്സുകൊണ്ടെങ്കിലും പറയണേ ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ദുരിത്യഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരേണ്ട സമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചോളമേ. ആമേ. ഈ പ്രതിസന്ധികൾ, നിന്റെ ഈ പ്രതിസന്ധി, നിനക്ക് ഈ ജോലിയില്ലാത്ത അവസ്ഥ, നിന്റെ കടഭാരം വന്നിരിക്കുന്ന ഈ അവസ്ഥ എല്ലാം കർത്താവ് തുടച്ചു മാറ്റും കേട്ടോ. കർത്താവിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ വചനം കർത്താവെ ഫലപ്രദമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. ദാറ്റ്സ് വൈ ഈ മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ, ഒരു അനുഗ്രഹമായി മാറട്ടെ. സന്തോഷത്തോടു കൂടി ഇരിപ്പാൻ അനുഗ്രഹം നൽകണമേ. സന്തോഷത്തോടു ഇരിക്കും മക്കളെ. നിത്യം പിതാവിനോട് തന്നെ പരിശുദ്ധാത്മാവിനെ സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.